നമസ്കാരം. സ്നേഹജ്യോതിസ് ഗുരുകുലം. ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലൊരു മാറ്റം നൽകാൻ ഭഗവാൻ നൽകുന്ന ഒരു അനുഗ്രഹം. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹ്രീം കൃഷ്ണായ ഗോപീജനവല്ലഭായ. രണ്ട് കാർഡുകളാണ് നമ്മൾ എടുക്കുക. രണ്ട് കാർഡുകൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ സന്ദേശം വായിച്ചിട്ട് എന്താണോ വരുന്നതെന്ന് നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഒന്ന്. ബ്രിങ് അബൌട്ട് ദാറ്റ് ചേഞ്ച് ദാറ്റ് കംസ് വിത്ത് ഡിസ്ട്രക്ഷൻ ആൻഡ് സോ ദ സീഡ്സ് നൗ ഫോർ ദ ഫ്യൂച്ചർ. ഇതാണ് ആദ്യത്തേത്. ഡിസ്ട്രക്ഷനോടുകൂടി, ഒരു തകർച്ചയോടുകൂടി വരുന്ന ആ ചേഞ്ച്, മാറ്റങ്ങളെ സ്വീകരിക്കാനാണ് പറയുന്നത്. കാരണം അതൊരു ഭാവിയിലേക്കുള്ള ബ്ലെസ്സിങ്സ് കൂടി ഉണ്ട്. ദി കാർഡ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ്, ദിസ് കാർഡ്. അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഭഗവാൻ നൽകുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ട്, നമ്മളിലേക്ക് ചൊരിയുന്നുണ്ട് എന്ന് കാണിക്കാൻ. പിന്നെ ഒരു മാറ്റം, നമുക്കുണ്ടാകുന്ന ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ, അത് ആ ഒരു ചേഞ്ച് നമ്മൾക്ക് ഫ്യൂച്ചർ, നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. ഒരു ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്, നമ്മളെ അടിമുടി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു ഭഗവാൻ തരുന്ന ഈ മെസ്സേജ് പഠിപ്പിച്ച് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ, ഒരു തകർച്ച നമ്മുടെ ഒരുവിധം എല്ലാ മേഖലയിലും കാണാം. നമുക്ക് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എല്ലാ മറ്റു മേഖലകളിലും, ഇപ്പം രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമാ മേഖലയിലാണെങ്കിലും ഇനി ഭൂമിയുടെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ഒരു തകർച്ച കാണാം. ശരിക്കും ഭഗവാൻ നമുക്കുള്ള തരുന്ന മെസ്സേജ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രിങ് അബൌട്ട് ദാറ്റ് ചേഞ്ച് ദാറ്റ് കംസ് വിത്ത് ഡിസ്ട്രക്ഷൻ ആൻഡ് സോ ദ സീഡ്സ് നൗ ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ അത് ഈ ഒരു ഡിസ്ട്രക്ഷനോടുകൂടി, ഒരു തകർച്ചയോടുകൂടി, അത് ഭാവിയിലേക്കുള്ളൊരു, നമുക്ക് പുതിയൊരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് ആണ് എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത് കേട്ടോ. അത് ട്രാൻസ്ഫോർമേഷൻ, നമ്മളെ അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൂമിയോട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ ഭൂമിയുടെ തരംഗങ്ങളോട് ചേർന്ന് പോകാൻ നമ്മളെ മാറ്റുന്നു. ഇപ്പം മെഡിറ്റേഷൻ, ധ്യാനം, പ്രാർത്ഥന, അതൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ആ ഭൂമിയുടെ തരംഗങ്ങളിൽ വന്ന ഒരു ഷിഫ്റ്റ്, അതിനനുസരിച്ച് നമ്മളെ മാറ്റാൻ ഭഗവാൻ സഹായിക്കുന്നതാണ്. പിന്നെ ബ്ലെസ്സിങ്സ്, ഭഗവാന്റെ ബ്ലെസ്സിങ്സ് നമ്മുടെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസത്തോടു കൂടി ആ മാറ്റത്തിന് തയ്യാറാവുക. നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും അതൊക്കെ നമ്മളെ വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ അടിമുടി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളെ, നമ്മുടെ സ്വഭാവങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മാറ്റേണ്ടതായിട്ടുണ്ടോ ഒന്ന്. നമ്മളത് ഡിസ്ട്രാക്റ്റ് ആകും, നമുക്കൊരു തകർച്ച, നമ്മളെ സ്വയം തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ മാറ്റുക. ദേഷ്യമൊക്കെ നമ്മളെ സ്വയം തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവമാണ്. അപ്പം അങ്ങനത്തെ ദേഷ്യവും അങ്ങനത്തെ, അല്ലെങ്കിൽ ദുഃഖം, ഓവറായിട്ട് ദുഃഖം, അത് നമ്മുടെ തകർച്ചയിലേക്ക് കൊണ്ടുപോവാണ്. കാരണം നമുക്ക് പ്രോഗ്രസ്സിലേക്ക് നോക്കാൻ പോലും നമുക്ക് മനസ്സ് വരില്ല. ആ ഒരു ദുഃഖം കൊണ്ട് നിരാശയിലേക്ക് കടക്കും. പിന്നെ അതങ്ങനെ മറ്റൊരു സ്റ്റേജിലേക്ക് പോകും. അപ്പം അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഒരു മാറ്റത്തെ, അതും ഒരു തകർക്കാൻ നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവത്തെ, ദേഷ്യത്തെ നമ്മൾ തകർത്തില്ലാതാക്കി അവിടെ സ്നേഹം നിറയ്ക്കുക. ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് ഭഗവാന്റെ. ഇതിനൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന രീതിയിൽ അനുഗ്രഹം വരുന്നുണ്ട്. ആ അനുഗ്രഹത്തെ നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിച്ച് നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി പറയുന്നു ഭഗവാനോട്.